നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് നന്ദിതയെ ശിവദാസിന് കല്യാണം കഴിച്ചു കൊടുക്കാനല്ല. എനിക്ക് വേണമായിരുന്നു അവളെ. ഞാൻ ആഗ്രഹിച്ചതാ. എല്ലാവരും കൂടി എന്നെ ചതിച്ചായിട്ടാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. അപ്പോഴത്തെ സിറ്റുവേഷനിൽ അതായിരുന്നു ഏറ്റവും നല്ല കാര്യം. വേറൊരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. എന്റെ മനസ്സിൽ ആഗ്രഹമാണ് നടന്നത്. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. അതിനി ചാണ്ടിച്ചായന്റെ സഹായം പോലും എനിക്ക് ആവശ്യം ഉണ്ടാവില്ല. അതെനിക്കറിയാം. എല്ലാം കഴിഞ്ഞു കഴിയുമ്പോ എന്നെ ഒഴിവാക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ഇതിനെല്ലാം കൂട്ടുനിന്നത് നന്ദിതയോടുള്ള ആഗ്രഹം കൊണ്ടാണെന്ന് പ്രിൻസിന് അറിയാലോ. എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നില്ലല്ലോ. അല്ലെങ്കിലും ഇത്ര മോശപ്പെട്ട കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂട്ടി നിൽക്കാറില്ല. ഓ പിന്നെ എന്ന് വെച്ചാ എല്ലാ കാര്യങ്ങളും നീ നല്ലത് മാത്രമല്ല ചെയ്തിട്ടുള്ളൂ. ഓരോരുത്തർക്കും അവരവരുടെ കാര്യങ്ങളാ വലുത്. എന്റെ ആഗ്രഹങ്ങളായില്ലാതായത്. ഒന്ന് വെറുതെ ഇരിക്കും ചാണ്ടിച്ചേ. ഇത് എത്ര കാലത്തേക്കെന്നാ? ഇതിന്റെ പേരിൽ ഉണ്ടാവുന്ന വഴക്കുകളും ബഹളങ്ങളും നമ്മൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് ഇനി ഇടപെടുന്നത് ഞാനും ദിയെ മാത്രമായിരിക്കും. രക്ഷയില്ലാതെ, ഒരു മാർഗവും ഇല്ലാതെ നന്ദിത വന്ന് ചായുന്നത് ചാണ്ടിച്ചന്റെ അടുത്തായിരിക്കും. അങ്ങനെ ഉണ്ടാക്കി വെക്കും ഞങ്ങള്. ഇതൊക്കെ വെറുതെ ആഗ്രഹിക്കാവുന്നല്ലേ ഉള്ളൂ, നടക്കില്ലല്ലോ. നടക്കും, നടത്തിയിരിക്കും നമ്മള്. താനെന്തെങ്കിലും ഒന്ന് പറയ് ശരണേ. എന്തായാലും റിയാലിറ്റിയെ നമുക്ക് ഫേസ് ചെയ്യാതെ പറ്റില്ലല്ലോ. എനിക്ക് എന്റെ കണ്ണിനെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ടത് സത്യമാണോ നന്ദ? ഞാനും അതിശയപ്പെട്ടു. ഒരു കാര്യം ചോദിക്കട്ടെ ശരണ്യ, അമ്മയും ദാസങ്ങളും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ? ഇഷ്ടമായിരുന്നോ എന്ന് ചോദിച്ച പരസ്പരം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ കല്യാണം കഴിക്കാൻ മാത്രമുള്ള അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല.